ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പം ഇന്ന് രാവിലെ എണിച്ച് ചായയെല്ലാം വെച്ച് പിള്ളേർ മദ്രസയിലോട്ട് പോയിട്ടാണ്. അപ്പോൾ ഇനി അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇഞ്ചി ക്ലീനാക്കലാണ് കേട്ടോ. ചിക്കൻ കറി വെക്കാനായിരുന്നു. അപ്പോൾ ഇഞ്ചി പേസ്റ്റ് എല്ലാം തീർന്നു, ഗാർലിക്കും. അപ്പോൾ ഇന്ന് അത് അടിച്ച് പേസ്റ്റാക്കി വെക്കണം. അപ്പോൾ ഇത് ആണ് ആദ്യത്തെ രാവിലത്തെ പരിപാടി. ഇതിനി ക്ലീനാക്കിയിട്ട് ഒരു കണ്ടെയ്നറിലാക്കി വെച്ചിട്ടുണ്ടായി. ഞാൻ അടിച്ചിട്ട് ഒരു 2-3 ആഴ്ചക്കുള്ളൂ. അപ്പം ആദ്യം ഇഞ്ചി ഇത് ക്ലീനാക്കി എടുക്കാം കേട്ടോ. ഇഞ്ചി കഴിഞ്ഞിട്ടോ, ജലദോഷം കേട്ടോ, അതാണ് സൗണ്ട് നോക്കുന്നത്. അപ്പോൾ ഇഞ്ചി ക്ലീനാക്കി വരുന്നുണ്ട്. ഇനി അടുത്തത് വെളുത്തുള്ളി. അപ്പോൾ ഞാനതുകൂടെ ക്ലീനാക്കി പെട്ടെന്ന് വരാം കേട്ടോ. അപ്പോൾ വെളുത്തുള്ളിയാണ് കേട്ടോ. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് കൂടുതൽ ഉണങ്ങാത്ത വെളുത്തുള്ളിയാണ് കേട്ടോ. അതുകൊണ്ട് പെട്ടെന്ന് പൊരിച്ചെടുക്കാൻ പറ്റും. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയിട്ട് നമ്മളൊന്നും ഇട്ട വെളുത്തുള്ളിയാണ് കേട്ടോ. കുന്നൊക്കെ പോകുമ്പോൾ നല്ല വലിപ്പമുള്ള വെളുത്തുള്ളി എനിക്ക് പെട്ടെന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടി ആക്കിത്തരും. അപ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ട് ഞാനിത് എടുത്ത് കവറിൽ നിന്ന് എടുത്ത് മാറ്റാൻ മറന്നു. ഒരു കുറച്ച് ദിവസം അത് കവറിൽ തന്നെ ഇരുന്നപ്പോൾ വെളുത്തുള്ളി ഇങ്ങനെ ഒരു കറുപ്പ് കളറായിട്ടാണ്. എന്നിട്ട് പിന്നെ ഞാനത് എടുത്ത് ഒന്ന് വെയിലത്ത് വെച്ചിട്ട് പിന്നെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചാണ്. ഇപ്പോൾ കുഴപ്പമില്ല കേട്ടോ, പെട്ടെന്ന് തൊലിച്ചെടുക്കാൻ പറ്റും. ചില വെളുത്തുള്ളികൾ ഇങ്ങനെ ഒരു പച്ച പോലെ തണുത്ത ഒരു ഇതായിരിക്കും. അങ്ങനെ ഒരു തവണ ഇങ്ങനെ പൊളിച്ചതും ബാക്കി എല്ലാവരും പോലും ഇങ്ങനെ തൊലിഞ്ഞു വരും. അതുകൊണ്ട് വെളുത്തുള്ളി പെട്ടെന്ന് ആക്കാം. ഞാൻ എപ്പോഴും ഇങ്ങനെ അടിച്ച് വയ്ക്കും കേട്ടോ. അതാകുമ്പോൾ ചിക്കനാണെങ്കിലും ബീഫാണെങ്കിലും മേടിച്ച് കഴിഞ്ഞാൽ എനിക്ക് പണിയില്ല. പെട്ടെന്ന് കറി വെക്കാറ്. സവാളയും തക്കാളിയും മാത്രമല്ല പിന്നെ അരിഞ്ഞെടുക്കേണ്ടത്. ഇത് സംഭവം പെരുന്നാൾ കഴിഞ്ഞപ്പോൾ ഗാർലിക് പേസ്റ്റൊക്കെ തീർന്നായിരുന്നു കേട്ടോ. ഒരു 2 ആഴ്ചയോളം ബീഫായിരുന്നില്ലേ.
അതുകൊണ്ട് തീർന്നു. ഞാൻ ശ്രദ്ധിച്ചില്ല. ഇപ്പോൾ കറി വെക്കാൻ നോക്കിയപ്പോഴാണ് ഇത് തീർന്ന കാര്യം ഓർമ്മ വന്നത്. ഇപ്പോൾ സമയം 7:30 മണിച്ചതും വേറെ കുറച്ച് പണികളുകൊണ്ട് ഈ പണിയിലോട്ട് കിടക്കാൻ കുറച്ച് വൈകി. അപ്പം ഞാനത് പെട്ടെന്ന് പൊളിച്ചെടുക്കാം. തൊലിക്കാം. ജലദോഷം അപ്പം ഇഞ്ചി ഇതിൻ്റെ അടുത്തത് വെളുത്തുള്ളി ഞാനതുകൂടെ ക്ലീനാക്കി പെട്ടെന്ന് വരാം. ഇപ്പം വെളുത്തുള്ളി ഇട്ടാം. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് കൂടുതൽ ഉണങ്ങാത്ത വെളുത്തുള്ളിയാണ് ഉണ്ടാകുന്നത്. പെട്ടെന്ന് പൊടിച്ചെടുക്കാൻ പറ്റും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ വെളുത്തുള്ളിയാണ്. നല്ല വലിപ്പമുള്ള വെളുത്തുള്ളി എനിക്ക് പൊടിച്ചെടുക്കാൻ വേണ്ടി ആക്കി തരും. ഇവിടെ കൊണ്ടുവന്നിട്ട് ഞാനിത് എടുത്ത് കവറിൽ നിന്ന് എടുത്ത് മാറ്റാൻ വേണ്ടി മറന്നു. ഇത് കുറച്ച് ദിവസം കവറിൽ തന്നെ ഇരുന്നപ്പോൾ വെളുത്തുള്ളി ഇങ്ങനെ കറുപ്പ് കളറായില്ല. എന്നിട്ട് പിന്നെ ഞാനതെടുത്ത് വെയിലത്ത് വെച്ചിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ചാണ്. ഇപ്പോൾ കുഴപ്പമില്ല കേട്ടോ. പെട്ടെന്ന് പൊടിച്ചെടുക്കാൻ പറ്റും. ചില വെളുത്തുള്ളി ഒരു പച്ച തണുത്ത ഒരു ഇതാണ് അങ്ങനെ ഒരു തവണ ഇങ്ങനെ പൊളിച്ചതും ബാക്കിയെല്ലാം കൂടി പൊരിഞ്ഞ് വരും. അതുകൊണ്ട് വെളുത്തുള്ളി പെട്ടെന്നാകാം. ഞാൻ എപ്പോഴും ഇങ്ങനെ അടിച്ച് വെച്ചിട്ടാണ്. അതാകുമ്പോൾ ചിക്കനാണെങ്കിലും ബീഫാണെങ്കിലും മേടിച്ച് കഴിഞ്ഞിട്ട് പണിയില്ല. പെട്ടെന്ന് കറി വെക്കാറ് സവാളയും തക്കാളി മാത്രം അതിന് അരിഞ്ഞെടുക്കേണ്ടത്. ഇത് സംഭവം പെരുന്നാൾ കഴിഞ്ഞപ്പോൾ കറി ടേസ്റ്റൊക്കെ തീർന്നു. ഒരു 2 ആഴ്ചയോളം ബീഫായിരുന്നില്ലേ. ഞാൻ ശ്രദ്ധിച്ചില്ല. ഇപ്പോൾ കറി വെക്കാൻ നോക്കിയപ്പോഴാണ് തീർന്ന കാര്യം ഓർമ്മ. ഇപ്പോൾ സമയം 7:30 മണിച്ചതും വേറെ കുറച്ച് പണികളുകൊണ്ട് ഈ പണിയിലോട്ട് കിടക്കാൻ കുറച്ച് വൈകി. ഞാനത് പെട്ടെന്ന് പൊളിച്ചെടുക്കാം. തൊലിക്കാം. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി തൊലിച്ച് കഴിഞ്ഞിട്ടുണ്ടാകും. ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് കഴുകിയിട്ട് അടിച്ചെടുക്കണം. അടിച്ചെടുത്ത് ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രീസറിൻ്റെ അടിയിലത്തെ തട്ടിൽ വെച്ച് വെച്ചാൽ ഒരു 3-4 ആഴ്ച വരും. അതിൽ കൂടുതൽ ഇരിക്കും കേട്ടോ. ഫ്രീസറിൻ്റെ അടിയിൽ വെക്കാൻ കട്ട പിടിക്കില്ല. അതേ ലെവലിൽ തന്നെ നിൽക്കും. എത്ര ദിവസം കഴിഞ്ഞാൽ. അപ്പോൾ ഞാനിതൊന്ന് അടിച്ചിട്ട് വേഗം വരാം. ഞാനിത് കഴിഞ്ഞിട്ട് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചു കൊടുക്കാം.
വലിയത് അരച്ചെടുക്കാൻ രാവിലെ തന്നെ അരച്ചത്. കുറച്ച് കൂടുതലുള്ളവർക്ക് ചെറുതിൽ അരച്ച് കഴിഞ്ഞാൽ തെറിച്ച് പോകും. വണ്ടി തന്നിട്ട് അതിനകത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. നല്ല പേസ്റ്റാക്കി എടുക്കുകയില്ല, ചതച്ചെടുക്കാം. ഞാൻ പിള്ളേരിന് വരുന്നതിൻ്റെ അതുകൊണ്ട് വീഡിയോന് സമയമില്ല. പിന്നെ എന്നാലും പെട്ടെന്ന് പോലെയൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഉറപ്പായിട്ട് വന്നതാണ്. ഇത് ഞങ്ങൾ ഈ പരുവത്തിൽ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. കൂടെ കൂടെ അങ്ങനെ ക്ലീനാക്കി അടിക്കാനും ചിലപ്പോൾ സാധിക്കില്ല. ഞാൻ എപ്പോഴും അടിച്ച് വരുമ്പോൾ കുറേ അടിച്ച് ചെയ്യും. ചിക്കൻ രാവിലെ എനിക്ക് വെള്ളി വെച്ചതാണ്. ഫ്രീസറിനകത്തായിരുന്നു മുളം മേടിച്ച് വെച്ചാണ്. നല്ല കട്ടയായിട്ടില്ല. 3-4 വട്ടം കഴുകി വെള്ളക്കെട്ട് വെക്കാം. എന്നാലും ഇത് സെപ്പറേറ്റ് ആയിട്ട് പോകും. അപ്പോൾ ഇത് കഴുകിയിട്ട് വെക്കാം. പിന്നെ ഒരു 3-4 സവാള എടുത്തിട്ട് കേട്ടോ. ഇതൊന്ന് പൊടിച്ചിട്ട് ഉള്ളിലാൻ മുറിച്ചെടുക്കും. അത് ചെയ്യാം. സവാള വെച്ച് കഴിഞ്ഞിട്ടാ. ഇനി തക്കാളി, പച്ചമുളക്, കറിവേപ്പില, മല്ലിയില, ക്യാരറ്റ് വേണം. രവി സവാള വെച്ച് കഴിയുമ്പോഴേക്കും കണ്ണീരി അപ്പം ഇതൊന്ന് പേരാക്കട്ടെ കേട്ടോ. സവാള വെച്ച് കഴിഞ്ഞപ്പോഴേക്കും കണ്ണീരിഞ്ഞു കേട്ടോ. ഇതമ്മി പിന്നെ ഈ വലുപ്പത്തിൽ 2 കുഞ്ഞു തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരെണ്ണം ഇത്തിരി വലുതും ഒരെണ്ണത്തിൽ ചെറുതുണ്ട്. മറ്റേ പുളി ആപ്പിൾ തക്കാളി ഇല്ലേ, ഇത് ആപ്പിൾ തക്കാളിയാണ്. മറ്റേ തക്കാളി ആണെങ്കിൽ ഒരെണ്ണം മതിയാവും കേട്ടോ. ഞാനപ്പോൾ ഇത് വെച്ചിട്ടാണ് കേട്ടോ സവാള പൊറിക്കുക. എനിക്കിതാണ് എളുപ്പം. ബിരിയാണിക്കാണെങ്കിലും നെയ്ച്ചോറിനാണെങ്കിലും എന്ത് കറിക്കാണെങ്കിലും സവാള കൂടുതൽ മുക്കിയത് ഇതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് നാട്ടിയെടുക്കാൻ പറ്റും. അപ്പോൾ അതൊന്ന് വെക്കട്ടേക്കാം. അപ്പോൾ കുക്കറിലാണ് കേട്ടോ വയ്ക്കുന്നത്. കുക്കർ അടുപ്പിൽ വെച്ച് അല്ലാതെ ചിക്കൻ ഗ്രേവി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ സമയമില്ല കേട്ടോ.
8:30 ആകുമ്പോഴേക്കും പിള്ളേർ വരും. 9:15 ഇവിടെ നിന്ന് ഇറങ്ങണം. അതിന് മുമ്പ് ഇത് റെഡിയാക്കണം. അപ്പോൾ കുക്കറിൽ വെച്ചാൽ അപ്പോഴത്തേനും ആവുള്ളൂ. അപ്പോൾ കുക്കറിൽ വെള്ളമുണ്ട് കേട്ടോ, അത് വറ്റുന്ന വരെ ഒന്ന് വെച്ചിട്ട് വെള്ളം വറ്റിയ പിന്നെ എണ്ണ എടുത്തിട്ട് ഒഴിക്കാം. അപ്പത്തിന് അരച്ച് വെച്ചാൽ നല്ല പൊളിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായിട്ട് ഇങ്ങനെ ആദ്യം വന്നത് പെരുംജീരകമാണ് കേട്ടോ. പെരുംജീരകം നമുക്ക് വേണമെങ്കിൽ നിർബന്ധം ഇല്ല കേട്ടോ. ഇത് വേണമെങ്കിൽ അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ. ഞാൻ കുറച്ച് പെരുംജീരകം ഇടുന്നുണ്ട്. എപ്പോഴും ചിക്കൻ കറി വെക്കുമ്പോൾ പെരുംജീരകം ഇടാറില്ല കേട്ടോ. ചിലപ്പോൾ തോന്നിയിടില്ല. അപ്പോൾ കുറച്ച് പെരുംജീരകം ഇടാം കേട്ടോ. പിന്നെ ഉലുവാട്ടാം. ഉലുവയായിരുന്നു ആദ്യം ഇടേണ്ടത്. ഞാനത് ജീരകമാക്കിയിട്ടു ആദ്യം. ഉലുവ ഒന്ന് കൊട്ടി വരട്ടെ. ഇത്ര നേരം ഓൺ വോയിസ് ആയിരുന്നു കേട്ടോ. എനിക്ക് കാലത്തെണിച്ച് എല്ലാം കൂടെ ആക്കാൻ പറ്റണില്ല. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് ഓഡിയോ കൊടുക്കണതാണ് കേട്ടോ. അപ്പോൾ ഉലുവ പൊട്ടിക്കഴിഞ്ഞിട്ട് അതിലോട്ട് സവാള ഇടുക, കറിവേപ്പില, മല്ലിയില എല്ലാം കൂടെ ചേർക്കുക കേട്ടോ. മല്ലിയില കുറച്ച് കൂടുതൽ ഇട്ടാലും നല്ലതാണ്. എനിക്ക് മല്ലിയില ഇത്ര ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് ഉപ്പിട്ട് നന്നായി വഴറ്റിയിട്ട് തക്കാളി ഇടുക കേട്ടോ. പിന്നെ വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് കേട്ടോ. അത് ഈ ഒരു തവിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു 4 സ്പൂണോളം ഉണ്ട് കേട്ടോ. ചെറിയ സ്പൂണിന് 4 സ്പൂണോളം ഉണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് വഴറ്റുക. പിന്നെ ഫസ്റ്റ് ഒഴിച്ചതിൽ എണ്ണ കുറവായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലോട്ട് മുളക് പൊടി 2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കാശ്മീരി ചില്ലി 2 സ്പൂണ്, ചിക്കൻ മസാല, ഗരം മസാല എല്ലാം 2 സ്പൂൺ വെച്ചിട്ട് കേട്ടോ. മല്ലിപ്പൊടി 2.5 സ്പൂൺ ഇടണം. പിന്നെ ജലദോഷം ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് പറയണമെന്ന് ക്ലിയർ ആവാത്തത്. എന്നിട്ട് അതൊരു പച്ചമണം ആകുന്ന വരെ നന്നായി ഇളക്കി കൊടുക്കുക കേട്ടോ. നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് കഴുകി വെച്ച് ചിക്കൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ, വെള്ളം ഒഴിക്കാണ്ട് തന്നെ. എന്നിട്ട് ജസ്റ്റ് എല്ലാം മിക്സായി പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. പിന്നെ വെള്ളം ഒഴിക്കാണ്ട് തന്നെ അത് വെക്കുകയാണെങ്കിലും റോസ്റ്റായിട്ട് എടുക്കാം കേട്ടോ. പക്ഷെ എനിക്കവിടെ ഗ്രേവി വേണം. അപ്പം ഞാൻ അതിനകത്ത് 2.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അടുത്തത് ചായക്കുള്ള പരിപാടിയാണ്. ചായ ഒരു ട്രിപ്പ് രാവിലെ വെച്ചതാണ് മദ്രസയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞത് ബ്രേക്ക്ഫാസ്റ്റിനുള്ള ചായയാണ് കേട്ടോ. അപ്പോൾ ഡിഷിലുണ്ട് കേട്ടോ. പിന്നെ അടിച്ചു വെച്ച ഗാർലിക് ജിഞ്ചർ പേസ്റ്റ് ഒരു ബോക്സിലാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിനടിയിൽ വെച്ചു കേട്ടോ. പിന്നെ അപ്പത്തിന് ഉള്ളത് കൂട്ടി വയ്ക്കാം. അതിനകത്ത് പെട്ടത് ഉപ്പാണ് കേട്ടോ. പിന്നെ അതിനകത്ത് ഞാൻ കുറച്ച് തേങ്ങ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ തന്നെ തേങ്ങ വെള്ളം ഒഴിച്ച് ഇളക്കി വെച്ചതാണ്. ചായ തിളച്ചു കേട്ടോ. അങ്ങനെ പിന്നെ ആ മാവിനകത്ത് തേങ്ങ ചുരണ്ടി ഇട്ടിട്ടാണ് ഞാൻ അടിച്ചത്. 2 കഷ്ണം വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ടാണ് അടിച്ച് വെച്ചത് അപ്പത്തിന്. കാലത്തണിച്ച് തേങ്ങ വെള്ളം ചേർക്കുമ്പോൾ 1 സ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി അപ്പത്തിലോട്ട് കിടക്കാം. ഇപ്പോൾ 8:30 ആയിട്ടാണ്. മക്കളെല്ലാം മദ്രസ കഴിഞ്ഞ് വന്നു. അപ്പോൾ
അപ്പോൾ അപ്പം ചുട്ട് വെച്ച് കഴിഞ്ഞാൽ അവരെടുത്ത് കഴിച്ചോളൂ കേട്ടോ. പിന്നെ അപ്പത്തിനരയ്ക്കുമ്പോൾ അതിൽ ചോറും ഇട്ടുണ്ടായിരുന്നു, മറന്നു പറയാൻ. അപ്പം നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു പാനിൽ തന്നെയാണ് കേട്ടോ ഞാൻ അപ്പമാണേലും ദോശയാണേലും നെയ് റോസ്റ്റ്, ചപ്പാത്തി, പത്തിരി എല്ലാം ഇതിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുക. എനിക്കിതാണ് എളുപ്പം. അങ്ങനെ അപ്പത്തിൻ്റെ പരിപാടി ഏകദേശമൊക്കെ ആയിക്കൊണ്ട് വന്നു കേട്ടോ. ഇനി നമ്മുടെ കറിയൊന്നും നോക്കാം. അപ്പോഴത്തേന് എയറൊക്കെ പോയി സെറ്റായിരിക്കുന്നുണ്ട് കേട്ടോ കറി ഇങ്ങനെ നല്ല തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളവർക്ക് ഞാൻ ചോറാണ് കേട്ടോ ആക്കിയത്. അപ്പോൾ വലിയവൻ മാത്രം അപ്പം മതി എന്ന് പറഞ്ഞ് അവന് അപ്പം ആക്കുന്നത്. അവനിങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആണെങ്കിൽ അതിലിങ്ങനെ കറി, ബീഫാണെങ്കിലും ചിക്കനാണെങ്കിലും കറി ഒഴിച്ച് കൊണ്ടുപോകണത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവന് അങ്ങനെ ആക്കി. പിന്നെ അവരെല്ലാം കഴിച്ച് ഇറങ്ങിയിട്ടാണ്. ബേബി ഇന്ന് ക്ലാസ്സിൽ പോയിട്ടുണ്ടായിരുന്നില്ല, പനിയാണ്. അവളോടൊക്കെ പറഞ്ഞിട്ട് അവരിറങ്ങി. പിന്നെ കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. അത് കഴിഞ്ഞ് അവർ പോയി പിന്നെ ഞാനും ബേബിയും കൂടെ കഴിക്കാതിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനും കഴിക്കട്ടെ. നേരത്തെ എണീക്കുന്നത് കൊണ്ട് ഭയങ്കര വിശപ്പാണ് ഇന്ന്. അപ്പോൾ ഓക്കെ കേട്ടോ.